ഹലോ, മെയ്സ് ലേണിംഗിന്റെ ഡിജിറ്റൽ ഫൗണ്ടേഷൻ കോഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള PSC വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അവർ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഡയമെൻഷനിൽ സൈസിലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വിൻഡോസിലെ പെയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് PSC പറയുന്ന ഈ ഡയമെൻഷനിലേക്ക് നമ്മുടെ ഫോട്ടോ റീസൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണിത്. PSC പറയുന്നത് ഫോട്ടോഗ്രാഫ് 30 KB ആണ് മാക്സിമം സൈസ് വരുന്നത്. പിന്നെ ഇമേജിന്റെ ഡയമെൻഷൻ ആയിട്ട് പറയുന്നത് പിക്സലിലാണ് 150 വിഡ്ത്തും 200 പിക്സൽ ഹൈറ്റുമാണ് പറയുന്നത്. ടൈപ്പ് JPG ആണ്. അതുപോലെ തന്നെ സിഗ്നേച്ചറിന്റെ മാക്സിമം സൈസ് 30 KB ആണ്. ഡയമെൻഷൻ ആയിട്ട് പറയുന്നത് പിക്സൽ തന്നെയാണ്. 150 പിക്സൽ വിഡ്ത്തും 100 പിക്സൽ ഹൈറ്റുമാണ് പറയുന്നത്. ഇനി ഈ ഫോട്ടോഗ്രാഫിൽ തന്നെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും PSC അവരുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് 10 വർഷത്തേക്ക് പ്രാബല്യം ഉണ്ടായിരിക്കും. ഈ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയിൽ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും നിർബന്ധമായിട്ടും ആഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അഡീഷണൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. പരീക്ഷാർത്ഥിയുടെ മുഖവും തോൾഭാഗവും വ്യക്തമായി പതിഞ്ഞിരിക്കത്തക്ക വിധത്തിലുള്ള കളർ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരിക്കണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയമെൻഷൻസും സൈസുമാണ് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് വെളുത്തതോ ഇളം നിറത്തിലുള്ള ഫോട്ടോ ആയിരിക്കണം. മുഖം നേരെയും പൂർണ്ണമായും ഫോട്ടോയുടെ മധ്യഭാഗത്ത് പതിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കണ്ണുകൾ വ്യക്തമായി കാണത്തക്ക വിധത്തിലായിരിക്കണം. പിന്നെ മതാചാരത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ചുള്ള തൊപ്പി, ഗോഗിൾസ് എന്നിവ ധരിച്ചെടുത്തതും മുഖത്തിന്റെ ഒരു വശം മാത്രം കാണിക്കത്തക്ക വിധത്തിലുള്ള മുഖം വ്യക്തമല്ലാത്തതുമായിട്ടുള്ള ഫോട്ടോ സമർപ്പിക്കാൻ പാടില്ല എന്നുമാണ് PSC പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് PSCയുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കിപ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്ന സമയത്ത്, സ്റ്റുഡിയോയിലൊക്കെ പോയി എടുക്കുന്ന സമയത്ത് എന്തിനേലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കറക്റ്റ് ആയിരിക്കും. നമുക്ക് ഇതിന്റെ ഡയമെൻഷനാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. സോ എങ്ങനെയാണ് പെയിന്റ് ഉപയോഗിച്ചിട്ട് ഈ ഡയമെൻഷനിലേക്ക് നമ്മുടെ ഫോട്ടോ റീസൈസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിവിടെ പെയിന്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഫയലിൽ പോയിട്ട് ഓപ്പൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോട്ടോ, നിങ്ങളുടെ ഫോട്ടോ എവിടെയാണോ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഫോട്ടോ ഇതിലേക്ക് ഓപ്പൺ ആക്കുക. ഇത് ഞാൻ AI ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഇല്ലസ്ട്രേഷൻ ആണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മുടെ ഫോട്ടോ. ഇനി ഇത് PSC പറയുന്ന ഡയമെൻഷനിലേക്ക് നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതിനായിട്ട് ഇമേജ് എന്ന് പറഞ്ഞ ഈ ഭാഗത്തുള്ള റീസൈസ് ആൻഡ് സ്ക്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ റീസൈസ് ചെയ്യുന്ന പെർസെൻറ്റേജും പിക്സലും ഉണ്ട്. നമുക്ക് PSC കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിക്സലാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് പിക്സൽ സെലക്ട് ചെയ്യുക. ഈ ബട്ടൺ ഇവിടെ ഓഫ് ആക്കുക. അതിനുശേഷം എത്രയായിരുന്നു വിഡ്ത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 150 വിഡ്ത്തും 200 ഹൈറ്റും ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഹൊറിസോണ്ടൽ 150 ആണ്, വെർട്ടിക്കൽ വരുമ്പോൾ 200 ആണ് PSC ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത്. സോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. സോ PSCയുടെ വെബ്സൈറ്റിൽ പറഞ്ഞ ആ ഒരു ഡയമെൻഷനിലേക്ക് നമ്മുടെ ഫോട്ടോ ഇവിടെ റീസൈസ് ആയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേരും ഫോട്ടോ എടുത്ത ഡേറ്റും ഇതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ അതെങ്ങനെയാണ് ആഡ് ചെയ്യാൻ നോക്കാം. തോൾഭാഗം വരെയുള്ള ഫോട്ടോയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്കിവിടെ ഫോട്ടോയിൽ പേരും ഡേറ്റും ആഡ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഷേപ്സിൽ ഈ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. റെക്റ്റാങ്കിൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് എവിടെയാണോ റെക്റ്റാങ്കിൾ വരേണ്ടത് ആ ഭാഗത്ത് നമ്മൾ റെക്റ്റാങ്കിൾ ഡ്രാഗ് ചെയ്ത് വരച്ചു കൊടുക്കാം.
ഓക്കെ. സോ ഇങ്ങനെ ഒരു ഷേപ്പാണ് വരുന്നത്. നമുക്കിവിടെ ഈ ഷേപ്പിൽ തന്നെ ഷേപ്പ് ഔട്ട്ലൈനും ഉണ്ട്, ഷേപ്പ് ഫില്ലും ഉണ്ട്. അപ്പൊ ഷേപ്പ് ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നോ ഔട്ട്ലൈൻ കൊടുക്കുക. ഇനി ഷേപ്പ് ഫില്ലിൽ പോയിട്ട് സോളിഡ് ഫില്ല് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കളർ വൈറ്റ് ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് കിട്ടും. ആ ബോക്സ് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് അതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ ഇത്രയും ചെയ്ത് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ ആ ബോക്സ് അവിടെ ഫിക്സ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് എന്നും കൂടെ ആഡ് ചെയ്യണം, നമ്മുടെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും കൂടെ ആഡ് ചെയ്യാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ടൂൾസിൽ ടെക്സ്റ്റ് ടൂൾ ഉണ്ട്, ടെക്സ്റ്റ്, ഇത് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്ത ശേഷം എവിടെയാണോ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു ബോക്സ് വരും. നമ്മൾ പേര് ടൈപ്പ് ചെയ്യുക. ഞാൻ ABC എന്നാണ് ഇപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഫോട്ടോ എടുത്ത ഡേറ്റും കൂടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. എൻ്റർ അടിച്ചിട്ട് ഫോട്ടോ എടുത്ത ഡേറ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഞാൻ ഫോട്ടോ എടുത്ത ഡേറ്റും പേരും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബോക്സിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫോണ്ട് ടൈപ്പ് മാറ്റാം, അതിന്റെ സൈസ് മാറ്റാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അലൈൻമെന്റ് മാറ്റാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റിൽ ആഡ് ചെയ്യേണ്ട ഫോട്ടോ, നമ്മുടെ പേരും ഡേറ്റും ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് JPG ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫയലിൽ പോവുക, സേവ് ആസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, JPG പിക്ചർ എന്ന് ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ ലൊക്കേഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഫയൽ നെയിം നമുക്ക് PSC ഫോട്ടോ എന്നോ മറ്റോ കൊടുക്കാം. അത് കൊടുത്ത ശേഷം JPG ഫോർമാറ്റ് തന്നെയാണ് സേവ് ആവുന്നത്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഈ സേവ് ചെയ്ത ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ റീസൈസ് ചെയ്ത് എഡിറ്റ് ചെയ്ത ഫോട്ടോ അവിടുന്ന് ലഭ്യമാവും. അത് നമുക്ക് PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സിഗ്നേച്ചർ ആണ് റീസൈസ് ചെയ്യാനുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് പെയിന്റ് ഓപ്പൺ ചെയ്യുക. ഫയലിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, ഫയലിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എവിടെയാണോ നമ്മൾ സിഗ്നേച്ചർ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ഓപ്പൺ ചെയ്യുക. ഓക്കെ. സിഗ്നേച്ചർ നിങ്ങൾ ഒരു പേപ്പറിൽ പേന ഉപയോഗിച്ച് സിഗ്നേച്ചർ ഇട്ടിട്ട് അത് മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് റീസൈസ് ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇമേജിൽ റീസൈസ് ആൻഡ് സ്ക്യൂ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. പിക്സൽ ആണ്. അതിൽ ഹൊറിസോണ്ടൽ എത്രയാണ് പറയുന്നത്, വിഡ്ത്ത് വരുന്നത് 150 ആണ്. 150 ടൈപ്പ് ചെയ്യുക. ഹൈറ്റ് വരുന്നത് 100 പിക്സൽസ് ആണ്, അതും ടൈപ്പ് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ സിഗ്നേച്ചർ ഇത്രയേ ഉള്ളൂ. നമ്മൾ റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റീസൈസ് ആൻഡ് സ്ക്യൂവിൽ പോയിട്ട് ഡയമെൻഷൻസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PSCയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സിഗ്നേച്ചർ ഇവിടെ റീസൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സേവ് ചെയ്യാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫയൽ, സേവ് ആസ് ബട്ടൺ പോവുക, JPG പിക്ചർ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്താണോ സേവ് ചെയ്യേണ്ടത്, എന്ത് പേരിലാണോ സേവ് ചെയ്യേണ്ടത്, അത് ഇവിടുന്ന് ലൊക്കേഷൻ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫയൽ നെയിമിൽ നമുക്ക് PSC സിഗ്നേച്ചർ എന്ന് കൊടുക്കാം. എന്നിട്ട് JPG തന്നെയാണ് PSC പറയുന്നത്, JPG തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. സേവ് കൊടുക്കുക. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നേച്ചറും നമ്മൾ ഫോട്ടോ ചെയ്ത പോലെ റീസൈസ്ഡ് ആയിട്ട് സേവ് ആയിട്ടുണ്ട്. സോ വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇനി നിങ്ങളുടെ കയ്യിൽ പെയിന്റ് സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ
ഒരു PSC-യിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി അവർ സഹായിക്കുന്നതാണ്. സോ എല്ലാവരും ആ സേവനവും ഉപയോഗപ്പെടുത്തുക. അതല്ല, നിങ്ങൾക്ക് കമ്പ്യൂട്ടറും പെയിന്റ് സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇമേജും സിഗ്നേച്ചറും റീസൈസ് ചെയ്യാനും പറ്റും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.